ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ USS. അപ്പോൾ നമ്മൾ USSന്റെ പ്രിപ്പറേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ അറൗണ്ട് ഒരു 4 month മുന്നേ തന്നെ നമ്മൾ പ്രിപ്പറേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ഫെബ്രുവരിയിലേക്കാണ് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഫെബ്രുവരിയിലാണ് നമ്മൾ USS നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ വർഷവും നമ്മൾ ഫെബ്രുവരിയിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫെബ്രുവരിയിൽ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. സോ അതിലേക്ക് എന്തായാലും അതിനപ്പുറത്തേക്ക് എന്തെയില്ല, നമ്മൾ USS സാധാരണഗതിയിൽ പോകാറില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നേ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ USSന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിന് കൂടി എന്ത് ചെയ്യുക, ഈ ചാനലിൽ വരുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്, ആ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ USSന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമായിട്ടൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരും അതിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഇനി ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അതിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ പുറമേ ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും എന്ത് ചെയ്യണം, നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കുലേഷൻ അല്ലെങ്കിൽ രക്തപര്യനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ഹ്യൂമൻ ബോഡി വണ്ടർ എന്ന് പറയുന്ന 5ാമത്തെ ചാപ്റ്ററിലെ സർക്കുലേഷൻ എന്ന് പറയുന്ന പാർട്ടിൽ വരുന്ന ആ പാർട്ടിൽ ഏറ്റവും കൂടുതൽ വരുന്ന അല്ലെങ്കിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പോവാം. സർക്കുലേഷൻ അല്ലെങ്കിൽ രക്തപര്യനം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദി ലിക്വിഡ് പാർട്ട് ഓഫ് ദി ബ്ലഡ് ഈസ് കോൾഡ്, ബ്ലഡിലെ ലിക്വിഡ് പാർട്ട് ഏതാണെന്നാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ രക്തത്തിലെ ദ്രാവക ഭാഗത്തിന് പറയുന്ന പേരെന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബ്ലഡ് എന്ന് പറയുന്നത്, ബ്ലഡ് നമുക്ക് നോക്കാം. ബ്ലഡ് നമ്മൾ നോക്കുന്ന സമയത്ത് ബ്ലഡ് 2 തരത്തിലാണ് അല്ലേ. ബ്ലഡിൽ നമുക്ക് 2 തരത്തിലുള്ള, അല്ലെങ്കിൽ ബ്ലഡിനെ നമുക്ക് 2 തരംതിരിക്കാം, 2ആയിട്ട് തരംതിരിക്കാം. ഓക്കെ, ബ്ലഡിനെ 2ആയിട്ട് തരംതിരിക്കാം. ബ്ലഡിൽ കാണുന്ന കോശങ്ങൾ അല്ലെങ്കിൽ ബ്ലഡ് സെൽസും, അഥവാ ബ്ലഡ് സെൽസും, അതുപോലെ തന്നെ ബ്ലഡിൽ കാണുന്ന ഫ്ലൂയിഡ് പാർട്ട് അല്ലെങ്കിൽ ദ്രാവക ഭാഗമായിട്ടുള്ള പ്ലാസ്മയും അല്ലേ. പ്ലാസ്മയിൽ എന്തുണ്ടാവും, ഒരുപാട് പ്രോട്ടീനുകളുണ്ട്. 3 തരത്തിലുള്ള പ്രോട്ടീനുകളാണ് അതിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. അതിന് പുറമെ വാട്ടറും അല്ലെങ്കിൽ വെള്ളവും അല്ലെങ്കിൽ ജലവും എന്താണ് നമ്മുടെ പ്ലാസ്മയിൽ കാണാൻ പറ്റും. ബ്ലഡ് സെൽസിൽ തന്നെ 3 തരത്തിലുള്ള സെൽസുകളാണ്. റെഡ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ ചുവന്ന രക്തകോശവും വെളുത്ത രക്തകോശവും, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റുകൾ അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ്, വൈറ്റ് ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബ്ലഡ് സെൽസിൽ കാണാൻ പറ്റുക. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം പ്ലാസ്മയെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ലിക്വിഡ് പാർട്ടായിട്ടുള്ള ബ്ലഡിൻ്റെ ലിക്വിഡ് പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, പ്ലാസ്മയാണ്. നമുക്കറിയാം പ്ലാസ്മ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമുക്ക് ഓപ്ഷൻ എ ആണ് എന്താ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. അപ്പോൾ ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് എന്താണ്, പ്ലാസ്മയാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ കോമ്പണന്റ് ഓഫ് ബ്ലഡ് വിച്ച് ഹെൽപ്സ് ഇൻ ദ ബ്ലഡ് ക്ലോട്ടിങ്, അതായത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ വെളുത്ത രക്തകോശം, റെഡ് ബ്ലഡ് സെല്ല് കൊടുത്തിട്ടുണ്ട്, ചുവന്ന രക്തകോശം, പ്ലാസ്മ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്മ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി പ്ലേറ്റ്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലേറ്റ്ലെറ്റും ഈ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പം പ്ലാസ്മ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ദ ലിക്വിഡ് പാർട്ട് ഓഫ് ദി ബ്ലഡിൽ കാണുന്ന ലിക്വിഡ് പാർട്ടാണ്. അതുപോലെ തന്നെ പേൽ യെല്ലോ ഇൻ കളർ, പേൽ യെല്ലോ ആയിരിക്കും അതിൻ്റെ കളർ ഉണ്ടാവുക. ഇറ്റ് ക്യാരീസ് ഗ്ലൂക്കോസ് ടു ദി സെല്ലിലേക്ക് ഗ്ലൂക്കോസ് ഒക്കെ കൊടുക്കുന്നത് ആരാണ്, ഈ പ്ലാസ്മയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി പ്ലേറ്റ്ലെറ്റ് എന്താണ്, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു. ഇനി പ്ലാസ്മയാണെങ്കിൽ രക്തത്തിലെ ദ്രാവക ഭാഗമാണ്, ഇളം മഞ്ഞ നിറമാണ് അതിനുണ്ടാവുക. ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരാൾ കൂടിയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഇനി വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ WBC എന്ന് പറയുന്ന വെളുത്ത രക്തകോശത്തിൻ്റെ ഫംഗ്ഷൻ എന്താ നോക്കുക. അതിന് കൃത്യമായിട്ടുള്ള ഷേപ്പ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നിശ്ചിത ആകൃതി ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഹാസ് ന്യൂക്ലിയസ്, അതിനെന്തുണ്ട്, മർമ്മമുണ്ട്. അപ്പോൾ കോശമർമ്മമുള്ള ഒരു സെല്ലാണ് എന്താ, വൈറ്റ് ബ്ലഡ് സെൽ എന്ന് പറയുന്നത്. നമ്മൾ നേരെ തിരിച്ച് RBCയിലേക്ക് അല്ലെങ്കിൽ ചുവന്ന രക്തകോശത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മർമ്മം കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ നോൺ ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഡിസ്ട്രോയ് പാത്തജൻസ്, അതായത് നമുക്ക് ഇമ്മ്യൂണിറ്റി തരാം, അതായത് രോഗാണുക്കളെ നശിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഏതാണ്, WBC ആണെങ്കിൽ അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ വെളുത്ത രക്തകോശമാണെന്ന് മനസ്സിലാക്കുക. ഇനി RBCൻ്റെ ഷേപ്പ് എന്താണ്, ഇതിന് കൃത്യമായിട്ടുള്ള ആകൃതി ഒന്നുമില്ല, ബട്ട് ഇതിനെന്തുണ്ട്, ഡിസ്കിൻ്റെ ആകൃതി ഉണ്ട്. ഒരു ഡിസ്ക് എങ്ങനെയാണോ അതിൻ്റെ ആകൃതിയാണ് എന്ത് RBCക്കുള്ളത്. അത് നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്, കോശമർമ്മമില്ല. ഇനി
കണ്ടെയ്ൻ ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് എന്തുണ്ട്, നമുക്ക് ചുവന്ന രക്തകോശത്തിൽ കാണാൻ പറ്റും. ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതിന്റെ ധർമ്മം എന്താണ്, ട്രാൻസ്പോർട്ട് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും എന്നിവയുടെ വിനിമയം, ട്രാൻസ്പോർട്ടാണ് എന്താ അതിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ എന്താണ്, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈസിലി ആൻസർ ചെയ്യാൻ പറ്റും. രക്തത്തിനെ കട്ട പിടിക്കാൻ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്, പ്ലേറ്റ്ലെറ്റുകളാണ് അല്ലെ. പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന ഈ കോശങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളെ രക്തകോശങ്ങളിൽ കാണുന്ന 3 തരത്തിലുള്ള കോശങ്ങളിൽ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞുള്ള പ്ലേറ്റ്ലെറ്റുകളാണ് എന്താ രക്തത്തിനെ കട്ട പിടിക്കാൻ സഹായിക്കുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും പ്ലേറ്റ്ലെറ്റ് ഓപ്ഷൻ ഡി ആണെന്താ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആൻസറിലേക്ക് എത്താൻ പറ്റും. നമുക്ക് എന്താണ് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് among the following destroy the pathogens that enter into the body? അതായത് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ആരാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു വെളുത്ത രക്തകോശമാണ്, അതിന് കൃത്യമായിട്ടുള്ള ആകൃതിയില്ല. അപ്പോൾ നമ്മളെ പാത്തജൻസിന് അല്ലെങ്കിൽ രോഗാണുക്കളെ കൊല്ലാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? WBC ആണ്, അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ എ തന്നെയാണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി ഓരോന്നിൻ്റെ ധർമ്മം എന്താണ് നമ്മൾ പഠിച്ചു വെക്കണം. ഇതിനെ ഗ്ലൂക്കോസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ അല്ലേ, അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ വിനിമയം നടത്താൻ വേണ്ടിയിട്ടാണ് പ്ലാസ്മയുള്ളത്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് പാർട്ട് ഉള്ളത്, അല്ലെങ്കിൽ ദ്രവ്യ ഭാഗമുള്ളത്. ഇനി പ്ലേറ്റ്ലെറ്റ് ആണെങ്കിലോ രക്തം കട്ട പിടിക്കാനാണ്. ചുവന്ന രക്തകോശത്തിനോ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വിനിമയം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ അവിടുത്തെ ധർമ്മമായിട്ട് വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈസിലി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ പിഗ്മെന്റ് ദാറ്റ് ഗീവ്സ് റെഡ് കളർ ടു ദ ബ്ലഡ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതാണ്, നമ്മൾ രക്തകോശത്തിൽ അല്ലെങ്കിൽ ചുവന്ന രക്തകോശത്തിൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞു. ഇറ്റ്സ് എ പിഗ്മെന്റ്. അതെന്താണ്, ഒരു പിഗ്മെന്റ് ആണ്, വർണ്ണവസ്തുവാണ്. രക്തകോശത്തിൽ അല്ലെങ്കിൽ ചുവന്ന രക്തകോശത്തിന് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിന് ഏറ്റവും ആ ചുവപ്പ് നിറം കൊടുക്കാൻ സഹായിക്കുന്ന കോശങ്ങളാണ് രക്തകോശങ്ങൾ, അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. അപ്പം റെഡ് ബ്ലഡ് സെൽസിന് ആ റെഡ് കളർ കൊടുത്തിട്ടുള്ളത് ആരാണ്? ആ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇപ്പം ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് നമ്മളുടെ ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന അല്ലെങ്കിൽ ചുവപ്പ് നിറം കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. പ്ലാസ്മ എന്താണ്, പെയിൽ യെല്ലോ കളറാണ്. പ്ലേറ്റ്ലെറ്റ് രക്തം കട്ട പിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, രക്തത്തിലെ കട്ട പിടിക്കുന്ന ഒരാളാണ്. ആന്തോസയാനിൻ എന്ന് പറയുന്നത് വേറൊരു പിഗ്മെന്റ് ആണ്. അത് റെഡ് കളറല്ല, അത് നമ്മുടെ ഒരു യെല്ലോ കളറിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ലൈക്ക് നമ്മൾ ആൽഗികളിലൊക്കെ കാണാൻ പറ്റുന്നതാണ് ആന്തോസയാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ്. അതും നിയർലി ലൈക്ക് റെഡിൻ്റെയും ബ്രൗണിൻ്റെയും ഇടയിലുള്ള ഒരു കളറാണ് കേട്ടോ ഉണ്ടാവുക. ഓക്കെ, സോ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ മനസ്സിലാക്കുക. ആന്തോസയാനിൻ എന്ന് പറഞ്ഞാൽ ആൽഗകളിൽ കാണുന്നതാണ്. നമ്മളുടെ ബോഡിയിൽ ബ്ലഡിൽ കാണുന്നത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരാളാണ്. സോ അത് മനസ്സിലാക്കി വെക്കുക. ഹീമോഗ്ലോബിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഈ ഒരു പിഗ്മെന്റ്. ഇറ്റ്സ് ലൈക്ക് എ പ്രോട്ടീൻ, അത് പ്രോട്ടീൻ ആണ്, മനസ്സിലാക്കുക. ഓക്കെ, സോ നമുക്ക് എന്താണ്, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് among the following ഫുഡ് ഐറ്റംസ് കണ്ടെയ്ൻ അയൺ? താഴെ പറയുന്നവരിൽ ഇരുമ്പടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ലിസ്റ്റൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഏതൊക്കെയാണ്. നമ്മൾ പഴയ ക്ലാസ്സിൽ, അതായത് നമ്മൾ ഫുഡ് ഫോർ ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ 6ൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും ഏതൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈന്തപ്പഴം അല്ലെങ്കിൽ ഡേറ്റ്സിൽ, അതുപോലെ തന്നെ എഗ്ഗിൻ്റെ യോക്കിൽ കേട്ടോ, എഗ്ഗിൻ്റെ യോക്ക്, കോഴിമുട്ടയിൽ അതിനകത്തുള്ള യോക്കിൽ, അതിൻ്റെ യോക്കിൽ എന്തുണ്ട്, എഗ്ഗ് യോക്ക്, അതായത് മഞ്ഞ കളറിൽ കാണുന്ന ആ എഗ്ഗ് യോക്കിൽ എന്തുണ്ട്, അയൺ കണ്ടെയ്ൻഡ് ആണ്. മുരിങ്ങയില അല്ലെങ്കിൽ മുരിങ്ങ ലീവ്സിൽ എന്തുണ്ട്, അയൺ ഉണ്ട്. സോ എല്ലാത്തിലും എന്ത് കാണാൻ പറ്റും, നമുക്ക് അയൺ എന്ന് പറയുന്ന മിനറൽ കാണാൻ പറ്റും കേട്ടോ, ധാതു കാണാൻ പറ്റും. ഓക്കെ, അയൺ എന്ന് പറയുന്ന മിനറൽ അല്ലെങ്കിൽ അയൺ എന്ന് പറയുന്ന ധാതു എന്താണ്, ധാതുക്കളും അതുപോലെ തന്നെ ലവണങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ആ ഒരാൾ എന്തുണ്ടാവും, നമുക്ക് ഈ ഫുഡ് ഐറ്റത്തിലൊക്കെ കാണാൻ പറ്റും. സോ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആയിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. കുറേ പേർക്ക് ഈ ഒരു ഓപ്ഷൻ സി മാത്രമായിരിക്കും റൈറ്റ് എന്നുള്ള ഒരു തോന്നൽ വരും. ബട്ട് ഈന്തപ്പഴത്തിലും കോഴിമുട്ടയിലും അല്ലെങ്കിൽ എഗ്ഗിലും ഡേറ്റ്സിലൊക്കെ എന്തുണ്ട്, അയൺ കണ്ടെയ്ൻ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ നമ്മൾ എന്താണ് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ആർട്ടറീസ് ആർ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി പ്യുവർ ബ്ലഡ്. അതായത് പ്യുവർ ബ്ലഡിനെ, ശുദ്ധരക്തത്തിനെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ നെയിം ഓഫ് ബ്ലഡ് വെസൽ ദാറ്റ് ക്യാരീസ് ഇംപ്യുവർ ബ്ലഡ്? അതായത് അശുദ്ധ രക്തം വഹിക്കുന്ന
രക്തക്കുഴലുകൾ പറയുന്ന പേരെന്താണ്, അതിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് രക്തക്കുഴലുകളിൽ 3 തരത്തിലുള്ള രക്തക്കുഴലുകളുണ്ട് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ആർട്ടറി എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ധമനി എന്ന് വിളിക്കും. ധമനിയാണ് എന്ത് ചെയ്യുക, ഹാർട്ടിൽ നിന്ന് ഡിഫറെൻ്റ് ആയുള്ള ബോഡി പാർട്സിലേക്ക് ഓക്സിജൻ കണ്ടെയ്ൻ ആയുള്ള അല്ലെങ്കിൽ പ്യുവർ ബ്ലഡ്, ഓക്സിജനുള്ള ബ്ലഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഓക്സിജൻ കണ്ടെയ്ൻ ആയുള്ള ബ്ലഡിനെയാണ് നമ്മൾ പ്യുവർ ബ്ലഡ് എന്ന് വിളിക്കുക, ശുദ്ധരക്തം എന്ന് വിളിക്കുക. ഓക്കെ, ശുദ്ധരക്തം എന്ന് വിളിക്കുക. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള ബ്ലഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ടുള്ള രക്തത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇംപ്യുവർ ബ്ലഡ് അല്ലെങ്കിൽ അശുദ്ധ രക്തം എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇംപ്യുവർ ബ്ലഡ് അല്ലെങ്കിൽ അശുദ്ധ രക്തം എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, അപ്പം അശുദ്ധ രക്തത്തിനെ കൊണ്ടുപോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സിരകളാണ്. അത് ഡിഫറെൻ്റ് ആയുള്ള ബോഡി പാർട്സിൽ നിന്ന് ഒരുപാട് നമ്മൾ ഡിഫറെൻ്റ് ആയുള്ള ബോഡി പാർട്സ് ഉണ്ട്, അവിടുന്ന് തിരിച്ച് ഹാർട്ടിലേക്ക് അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന ആ രക്തക്കുഴലിനെയാണ് നമ്മൾ സിര എന്ന് വിളിക്കുന്നത്. സിര അല്ലെങ്കിൽ വെയിൻ ആണ് എന്ത് ചെയ്യുക, നമ്മൾ ഡിയോക്സിജനേറ്റ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള അശുദ്ധ രക്തത്തിനെ അല്ലെങ്കിൽ ഇംപ്യുവർ ബ്ലഡിനെ നമ്മൾ ഹാർട്ടിലേക്ക് തിരിച്ചെത്തിക്കുന്നതാരാണ്, വെയിൻസ് ആണ്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും കൂടി ചേരുന്ന സ്ഥലത്ത്, അതായത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോഡി പാർട്സ് നമ്മളെ കലകൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മൾ കോശത്തിന് അടുത്തൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ നാരുകൾ പോലെ ചെറിയ ഫൈൻ ആയിട്ടുള്ള ബ്ലഡ് കാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ആ രക്തലോമികകൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ വിനിമയം കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പം ഹാർട്ടിൽ നിന്ന്, അതായത് ഹൃദയത്തിൽ നിന്ന് ആരംഭിച്ച് ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് എന്ത് ചെയ്യുന്നു, എത്തിക്കുന്നത് ആർട്ടറിയാണ് അല്ലെങ്കിൽ ധമനിയാണ്. ഹൃദയത്തിലേക്ക് തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ഇംപ്യുവർ ബ്ലഡ് അല്ലെങ്കിൽ അശുദ്ധ രക്തത്തിനെ കൊണ്ടുപോകുന്നത് ആരാണ്, അത് നമ്മുടെ സിരയാണെന്ന് മനസ്സിലാക്കുക. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏതാണ് സിരകൾ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണെന്ത് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നമ്മളോട് അതാണ് ഇംപ്യുവർ ബ്ലഡ് അല്ലെങ്കിൽ അശുദ്ധ രക്തത്തിനെ വഹിക്കുന്ന കുഴൽ ഏതാണ്, രക്തക്കുഴൽ വെയിൻ എന്നാണ് വിളിക്കുക അല്ലെങ്കിൽ സിര എന്നാണ് വിളിക്കുക. സോ ഓപ്ഷൻ സി ആണ് എന്താ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് പെരികാർഡിയം, എന്താണ് പെരികാർഡിയം എന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പം പെരികാർഡിയം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഹൃദയത്തിനെ കുറിച്ച് അറിയണം അല്ലെങ്കിൽ ഹാർട്ടിനെ കുറിച്ച് അറിയണം. ഹാർട്ടിൻ്റെ ഏറ്റവും പുറത്തുള്ള ഈ ആവരണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പെരികാർഡിയം എന്ന് വിളിക്കുന്നത് കേട്ടോ. ഹാർട്ടിൻ്റെ പുറത്തുള്ള ആവരണത്തിനെയാണ് അല്ലെങ്കിൽ മെംബ്രെയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പെരികാർഡിയം എന്ന് വിളിക്കുന്നത്. അതിനകത്ത് പെരികാർഡിയൽ ക്യാവിറ്റി എന്ന് പറയുന്ന ഏരിയ ഉണ്ട്, അതിൽ പെരികാർഡിയൽ ഫ്ലൂയിഡ്. ഇപ്പോൾ ഹൃദയത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്, ഹൃദയത്തിൻ്റെ ചലനങ്ങൾക്കൊക്കെ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ മെംബ്രെയിൻ ആയിട്ടുള്ള പാർട്ടാണ്, പുറമേയുള്ള ആവരണമാണെന്ന് മനസ്സിലാക്കുക. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ദ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദ ഹാർട്ട്, അതായത് 2 ആവരണമുള്ള അല്ലെങ്കിൽ 2 ലെയറായിട്ട് കാണുന്ന ആവരണമുള്ള അല്ലെങ്കിൽ ആവരണമാണ് ഹൃദയത്തിൻ്റെ ആവരണമാണ് എന്ത്, ഹൃദയത്തിൻ്റെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരം അല്ലെങ്കിൽ ഡബിൾ മെംബ്രെയിൻ ആണെന്ത് നമ്മുടെ പെരികാർഡിയം എന്ന് പറയുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ എ ആണെന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. അല്ലെങ്കിൽ ശ്വാസകോശത്തെ പൊതിഞ്ഞ് നിൽക്കുന്നതല്ല, തലച്ചോറിനെ അല്ലെങ്കിൽ ബ്രെയിനിനെ പൊതിഞ്ഞ് നിൽക്കുന്നതല്ല, വൃക്കയുടെ സംരക്ഷണ കവചം ഒന്നല്ല. അപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ ആവരണ കവചമാണെന്ത് നമ്മളുടെ ഈ ഒരു ഇരട്ട സ്ഥലം അല്ലെങ്കിൽ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ എന്ന് പറയുന്ന ഈ പെരികാർഡിയം എന്ന് പറയുന്നത്. ഓക്കെ, കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ പെർഫോം ദ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡ്, അതായത് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള സയന്റിസ്റ്റ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാർ തന്നിട്ടുണ്ട്. ക്രിസ്റ്റ്യൻ ബെർണാഡ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റെനെ ലെനക് തന്നിട്ടുണ്ട്, വില്യം ഹാർവി തന്നിട്ടുണ്ട്, അലക്സാണ്ടർ ഫ്ലെമിംഗ് തന്നിട്ടുണ്ട്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആദ്യമായിട്ട് നമ്മുടെ പെൻസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ വില്യം ഹാർവിനെ കുറിച്ച് എന്ത് ചെയ്യുക നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുക. റെനെ ലെനാക്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്ന ഡിവൈസ് ആദ്യമായിട്ട് കണ്ടെത്തില്ല. സ്റ്റെതസ്കോപ്പ് നമ്മൾ ഹൃദയത്തിൻ്റെ ഇടിപ്പ് നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നതാ, നമ്മൾ യൂസ് ചെയ്യുന്നൊരു ആളാണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിവൈസാണ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ആ ഒരു സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. ആ സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയിട്ടുള്ള ആളാണ് റെനെ ലെനക് എന്ന് പറയുന്നത്. ക്രിസ്റ്റ്യൻ ബെർണാഡാണ് ആദ്യമായിട്ട് ഹൃദയ ശസ്ത്രക്രിയ ചെയ്തിട്ടുള്ള ആളെന്ന് പറയുന്നത്. ആദ്യം ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് വില്യം ഹാർവി എന്ന് പറയുന്ന ഒരാളാണ്. സോ നമുക്ക് വില്യം ഹാർവി അല്ല, ക്രിസ്റ്റ്യൻ ബെർണാഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ക്രിസ്റ്റ്യൻ ബെർണാഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. അപ്പോൾ ഈ കാര്യം എന്ത് ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ മെനി ചാമ്പേഴ്സ് ആർ ദർ ഇൻ ഹാർട്ട് ഓഫ് ആൻ
കോഴിയുടെ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര അറകളാണ് ഓരോ ആൾക്കാരുടെയും ഹൃദയത്തിനകത്ത് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പിക്ചറാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് മണ്ണിരയാണ് അല്ലെങ്കിൽ ഏർത്ത് വാമാണ്. ഏർത്ത് വാമിന് 5 പെയറാണ്, അതായത് 10 അറകളാണ് കാണാൻ പറ്റുക. ഇനി നമ്മൾ ഒരു പാറ്റയെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു കോക്രോച്ചിനെ നോക്കുകയാണെങ്കിൽ അതിൽ എത്ര എണ്ണമുണ്ട്? 13 ചാമ്പറുകളുണ്ട്, അതായത് 13 അറകളാണുള്ളത്. ഇനി നമ്മളൊരു മീനിനെ നോക്കുന്ന സമയത്ത് മീനിന് 2 അറകളാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ തവളയെ നോക്കുന്ന സമയത്ത് തവളയ്ക്ക് 3 അറകളാണ് ഉണ്ടാവുക. ഇനി നമ്മൾ ഒരു കോഴിയെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പക്ഷിയെ നോക്കുന്ന സമയത്ത് അതിന് 4 അറകളാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് മനസ്സിലായി 4 അറകളാണ് എന്താ കോഴിക്കുള്ളത് അല്ലെങ്കിൽ ഹെന്നിനുള്ളത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും 4 ചേമ്പേഴ്സ് ആണ് ഹാർട്ടിന് ഉണ്ടാവുക അല്ലെങ്കിൽ 4 അറകളാണ് ഹൃദയത്തിന് ഉണ്ടാവുക. ഓക്കെ, സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓപ്ഷൻ ബി ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. നമുക്ക് എന്താണ് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശരീര താപനില നമ്മൾ അളക്കാൻ വേണ്ടിയിട്ട് ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഹൃദയസ്പന്ദനം നമ്മൾ അളക്കാൻ വേണ്ടിയിട്ട് ഏതാണ് നമ്മൾ നോക്കാം. നമ്മൾ നേരത്തെ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു, റെനെ ലെനാക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു റെനെ ലെനാക്കാണ് എന്ത് നമ്മുടെ ഹൃദയമിടിപ്പ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് കണ്ടുപിടുത്തിയിട്ടുള്ളത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും സ്റ്റെതസ്കോപ്പ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഹൃദയമിടിപ്പ് അളക്കുന്നത്. ഇനി പ്രഷർ നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് അറ്റ്മോസ്ഫറിക് പ്രഷർ നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബാരോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ്. ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രത്തോളം മഴ കിട്ടുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്, എങ്കിൽ റെയിൻഫോളിൻ്റെ അളവ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് എന്താ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സ്റ്റെതസ്കോപ്പിൻ്റെ ഒരു പിക്ചറും നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഈ ഒരു പാർട്ടിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻസ്. ഇതിൽ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രക്തകോശങ്ങളെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ രക്തത്തിൽ കാണുന്ന ബാക്കി കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു. ഹൃദയത്തിനെ കുറിച്ച് പഠിച്ചു. ഹൃദയത്തിൻ്റെ പുറത്തുള്ള ആവരണത്തിനെ കുറിച്ച് പഠിച്ചു. ഹൃദയത്തിലുള്ള അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് പോകുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ രക്തക്കുഴലുകളെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ USS പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട് ഉണ്ടാവില്ലേ, ആ ഫ്രണ്ടിൻ്റെ കൂടി എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ യൂട്യൂബ് കമ്മ്യൂണിറ്റി, അതായത് നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, യൂട്യൂബിൽ വീഡിയോ കാണുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവർക്കെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ട് USSന് മാത്രമുള്ള സ്റ്റുഡൻസിനുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യാം, ഈ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ആൾ.